ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുഎസിലേക്ക് സമ്പൂർണ്ണ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചു. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൻ ഗിനിയ, എറിത്രിയ, ഹെയ്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനിസ്വല എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുഎസിലേക്ക് പ്രവേശിക്കാൻ ഭാഗിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് സ്ഥിരമായ കുടിയേറ്റ വിസകളോ താൽക്കാലിക ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിസകളോ ലഭിക്കില്ല. പരിമിതമായ സാഹചര്യങ്ങളിൽ മാത്രമേ തൊഴിൽ വിസകൾ അനുവദിക്കൂ. അതിൽ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇളവുകൾ നൽകിയും കുറഞ്ഞ കാലയളവോടുകൂടിയും മാത്രമേ അനുവദിക്കൂ. പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ 12 രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ യുഎസ് തൊഴിലുടമകൾക്ക് സ്പോൺസർ ചെയ്യാനും കഴിയില്ല. ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഹ്രസ്വകാല അല്ലെങ്കിൽ പരിമിതമായ വിസകൾ മാത്രമേ ലഭിക്കൂ. വൈറ്റ് ഹൗസ് നൽകിയ പ്രസ്താവന പ്രകാരം സമ്പൂർണ്ണ നിരോധനം നേരിടുന്ന രാജ്യങ്ങൾ സ്ക്രീനിങ്ങിലും സൂക്ഷ്മ പരിശോധനയിലും പോരായ്മയുള്ളവരാണെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വളരെ ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നതായും കണ്ടെത്തി. അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിലെ താലിബാൻ നിയന്ത്രണം, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കുള്ള ഭീകരരുടെ പിന്തുണ, ബൈഡൻ ഭരണകാലത്ത് ഹെയ്തിയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. യാത്രാവിലക്ക് നടപടി യുഎസ് സുപ്രീം കോടതി ശരിവെച്ചതാണെന്നും ട്രംപ് പറയുന്നു. യാത്രാ നിരോധനം സംബന്ധിച്ച തീരുമാനങ്ങൾ പൂർണ്ണമായും പ്രസിഡന്റിന്റെ അധികാര പരിധിക്കുള്ളിലുള്ളതാണെന്ന് യുഎസ് സുപ്രീം കോടതിയും അറിയിച്ചിരുന്നു. കൊളറാഡോയിലെ ബൗൾഡറിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിനു പിന്നാലെ ശരിയായ പരിശോധനയ്ക്ക് വിധേയരാകാത്ത വിദേശ പൗരന്മാരുടെ പ്രവേശനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുമെന്ന് വിലയിരുത്തിയാണ് നടപടി. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ തോത് തടയാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന നിരോധനം ജൂൺ 9 പ്രാബല്യത്തിൽ വന്നു.